അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഞ്ചന കൊണ്ട് താൽക്കാലികമായ വിജയം നേടിയേക്കാം, ഒരുപക്ഷെ നൈമിഷികമായ സുഖങ്ങൾക്കടിമപ്പെട്ടേക്കാം. പക്ഷേ ഇത് അനന്തതയുടെ സാധ്യതയാണെന്നും നശ്വര ലോകമാണ് അന്തിമ വിജയമെന്നും തെറ്റിദ്ധരിച്ച് മനുഷ്യ മനസ്സുകളെ വഞ്ചിച്ചുകൊണ്ട് ധനാഢ്യനായാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാന്യങ്ങൾ കൂമ്പാരമാക്കി വെച്ച കരികിലൂടെ നടന്നു പോകവേ ആ ധാന്യ കൂമ്പാരത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പവിത്രമായ കൈകൾ ഇറക്കി നോക്കിയപ്പോൾ നനവ് അനുഭവപ്പെടുകയാണ്. അപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ ഉടമയോട് ചോദിച്ചു, എന്താണ് ഈ നനവ് കാണുന്നത്? അടിയിൽ നനവും മുകളിൽ ഉണങ്ങിയ ധാന്യങ്ങളുമാണല്ലോ, എന്താണിത് സംഭവം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നബിയെ, മഴ കാരണം നനഞ്ഞു പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു ചോദിച്ചു, എങ്കിൽ ജനങ്ങൾ കാണാവുന്ന രൂപത്തിൽ നനഞ്ഞ ധാന്യങ്ങൾ ഈ കൂമ്പാരത്തിൻ്റെ മുകളിൽ ഇട്ടുകൂടായിരുന്നോ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന് ശേഷം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മെ ആരെങ്കിലും വഞ്ചിക്കുന്നുവെങ്കിൽ അയാൾ നമ്മിൽ പെട്ടവനല്ല എന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തത്. അഥവാ വഞ്ചന കൊണ്ട് ധനമുണ്ടാക്കാൻ നോക്കിയാൽ ഇന്ന് കാലത്ത്, ആധുനിക കാലഘട്ടത്തിൽ വഞ്ചന കൊണ്ടല്ലാതെ സമ്പാദ്യമുണ്ടാക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രമാത്രം ആളുകളൊക്കെയും വഞ്ചനയിൽ പെട്ടുപോവുകയാണ്. മറ്റു ചിലർ വഞ്ചന കൊണ്ട് സമ്പാദ്യം ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഇത്തരം വഞ്ചനകൾ അത്തരക്കാരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അവർ നമ്മിൽ പെട്ടവനല്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ.